പ്രധാനമന്ത്രി അതിനുശേഷം റിപ്പീറ്റ് ഇന്നലെ പറഞ്ഞ അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞെന്താണ്, എനിക്ക് 400 സീറ്റ് കിട്ടിയില്ലെങ്കിൽ അയോധ്യയുടെ പൂട്ടിടും കോൺഗ്രസ്. ഒരു പ്രധാനമന്ത്രി പറഞ്ഞ വാചകമാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് ഇന്നലെ. ഇതിൻ്റെയൊക്കെ അർത്ഥം ഉദ്ദേശം ഒരു കാര്യം മനസ്സിലാക്കിക്കുമോ? BJP തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മോഡിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ എത്രമാത്രം കമ്മ്യൂണലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും എത്രമാത്രം വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ജനങ്ങൾ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിക്കും എതിരായിട്ടുള്ള വികാരത്തിലാണ്. യഥാർത്ഥ പ്രശ്നങ്ങളായിട്ടുള്ള തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കാർഷിക പ്രശ്നങ്ങളും സ്ത്രീ സുരക്ഷയുമൊക്കെ ചർച്ചയാകുന്നൊരു തെരഞ്ഞെടുപ്പായിട്ട് തന്നെ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്. അതിൽ അമ്പരന്നിട്ടാണ്, അതിലാകമാനം വേവലാതി പൂണ്ടിട്ടാണ് ഇത്ര നീചമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുടെ തരത്തിലുള്ള പ്രധാനമന്ത്രി പോയിട്ട് സാധാരണക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ പോലും ഒരിക്കലും ചെയ്യാത്ത ഗുണമുള്ള പ്രസ്താവനയായി വന്നിരിക്കുന്നത്. ഇതിലെല്ലാം ഇലക്ഷൻ കമ്മീഷൻ നോക്കുകുത്തിയാണ്. എന്നാൽ തിരിച്ചാണെങ്കിലോ ഇന്നലെ തെലങ്കാന മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. എന്താ കാരണം? അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്കീം, റൈത്ത ബന്ധു എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന സ്കീം, KCRൻ്റെ കാലത്തടക്കം നടന്നുകൊണ്ടിരിക്കുന്ന സ്കീം, ആ സ്കീമിൽ BJP വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്കീം നിർത്തിവെച്ചു. ആ സ്കീം നടപ്പിലാക്കുന്നില്ല. കോൺഗ്രസ് ഗവൺമെൻറ് സ്കീമില്ല. അപ്പോൾ ആ സ്കീമിൽ ഓൺഗോയിങ് സ്കീമിന് പൈസ ഡിപ്പോസിറ്റ് ചെയ്ത ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതായത് BJPയുടെ ഏറ്റവും ശക്തമായ ആരോപണത്തോട് പറഞ്ഞതിന് തെലങ്കാന മുഖ്യമന്ത്രിക്ക് നോട്ടീസാണ്. ഒരു ഭാഗത്ത് പ്രധാനമന്ത്രിയും BJP നേതാക്കന്മാരും എന്ത് തെരഞ്ഞെടുപ്പ് ലംഘനം നടത്തിയാലും ഇലക്ഷൻ കമ്മീഷൻ നിസ്സംഗത പാലിക്കുന്നു. മറുഭാഗത്ത് കൊച്ചു കാര്യങ്ങൾക്ക് പോലും പ്രതിപക്ഷ പാർട്ടികൾപ്പെട്ടവർക്ക് നോട്ടീസ് കൊടുക്കുകയും അവരെ വിലക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് കൃത്യമായിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എന്ത് പറഞ്ഞാലും കാറ്റ് മാറി വീശി എന്നുള്ളത് വ്യക്തമാണ്. ഉത്തരേന്ത്യയിലടക്കം UP-യിലടക്കം ബീഹാറിലടക്കം കാറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഹരിയാനയിൽ അവിടുത്തെ BJP സർക്കാരിന് വലിയ ഭീഷണി നേരിടുന്നുണ്ട്. കേവല ഭൂരിപക്ഷം നഷ്ടമായി എന്ന് പറയുന്നു. കോൺഗ്രസിന് 30 MLA-മാരുള്ളവർക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും തന്ത്രങ്ങൾ നീക്കുന്നതൊക്കെ അല്ല, ഞങ്ങളാരും തന്ത്രങ്ങൾ നീക്കേണ്ട കാര്യമില്ല. ആ സർക്കാർ ഇപ്പം ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാരായി മാറിക്കഴിഞ്ഞു. ധാർമ്മികതയുണ്ടെങ്കിൽ ആ സർക്കാർ രാജിവെക്കണം. കാരണം മെജോറിറ്റി ഇല്ല സർക്കാരിന്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന 4 ഇൻഡിപെൻഡൻറ്റിൽ 3 പേർ വിഡ്രോ ചെയ്തു എന്നപ്പോൾ തന്നെ സർക്കാരിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ടു. അത് അവർ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇവർക്ക് ജനാധിപത്യത്തിൽ യാതൊരു വിശ്വാസമില്ലല്ലോ. ഒരു ഭാഗത്ത് ഗവൺമെൻറ്റുകൾ ഇലക്റ്റഡ് ഗവൺമെൻറ്റിൽ അട്ടിമറിക്കാൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കുന്നു. മറുഭാഗത്ത് ഏത് വിധേനയെങ്കിലും ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഗവൺമെൻറ്റിനെ തുടരാൻ പറ്റുമോ നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കും. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയം ഭൂരിപക്ഷമില്ലാത്തൊരു സർക്കാർ അവിടെ ജനങ്ങളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് എന്നുള്ളത് ഞങ്ങൾ ഉന്നയിക്കും ശക്തമായിട്ട്. സംസ്ഥാനത്ത് KPC അധ്യക്ഷൻ ഇന്ന് വീണ്ടും KPC പദവിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അവിടെ പ്രത്യേക ചാർജ് കൊടുത്താൽ അതിനകത്ത് അതിലേക്ക് വരട്ടെ. നിങ്ങളെ സംസ്ഥാന ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഇപ്പം എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് ദേശീയ തെരഞ്ഞെടുപ്പിനെയാണ്. ദേശീയ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കൃത്യമായിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ദേശീയ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട നരേന്ദ്രമോദി സമനില തെറ്റിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കടിഞ്ഞാണിടാൻ ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഇക്കാര്യം പറയുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണി നാളെ വൈകുന്നേരം 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ ഇതിൽ മറുപടി നൽകിയിരുന്നു ഈ പരാതികളിൽ. പക്ഷേ BJPയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു മറുപടി കൊടുക്കാൻ അല്ല, അതൊക്കെ ഒന്നും ബാധകമല്ല. അതേ പറഞ്ഞത് അവർക്കിതൊന്നും ബാധകമല്ല. BJPക്ക് ഇതൊന്നും ബാധകമല്ല. ഈ രാജ്യത്തെ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഏജൻസികളെയും ഇപ്പം ഗുജറാത്തിൽ നിന്നെല്ലാം ഇപ്പം ഞാൻ ഗുജറാത്ത് PCC പ്രസിഡന്റിനോട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഗുജറാത്തിൽ നല്ല പെർഫോമൻസാണ് കോൺഗ്രസ് മുന്നണിയും കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ അവർ പറയുന്നത് ഇന്നലെയും മിഞ്ഞാന്നും ആയിട്ട് പണവും ഒഴുകുകയായിരുന്നു താഴെത്തട്ടിലോട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയോടുകൂടി ഉദ്യോഗസ്ഥന്മാരെല്ലാം അഴിഞ്ഞാടുകയായിരുന്നു ഒരു സർക്കാരിന് വേണ്ടിയിട്ട്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ